എന്ത് വിളിച്ച് 2-3 മിസ് കോള് കടന്നു. നീ എപ്പോഴാ ഇന്നതൊക്കെ PSC എക്സാം ഉണ്ടെന്ന് പറഞ്ഞു? നീ എപ്പോഴാ തിരിച്ചു വരുന്നേ വൈകിട്ട്? ഞാൻ വീട്ടിൽ വന്നായിരുന്നോ? ഞാൻ നാട്ടിൽ വന്നത് പറഞ്ഞില്ലേടി, നിന്നെ കാണുമെന്ന് പറഞ്ഞില്ലേ? എന്റെ അടുത്ത് ഇന്നലെ നിങ്ങള് പറഞ്ഞില്ലല്ലോ. നിങ്ങള് നാട്ടിൽ വന്ന് ഭാര്യയെ കണ്ടപ്പോ പിന്നെ നമ്മളൊന്നും വേണ്ടല്ലോ. ഭാര്യയെ കണ്ടെന്ന് പറഞ്ഞോണ്ട് എടി ഞാൻ പറഞ്ഞില്ലേ നിന്റെ അടുത്ത്, അതായത് നാട്ടിൽ വന്ന് അവിടെ ഇറങ്ങിയപ്പോഴേ നിന്റെ മെസ്സേജ് ഇട്ട് പറഞ്ഞിട്ട് കാര്യമില്ലേ? ഇനിയിപ്പോ ഇച്ചിരത്തേക്ക് വീട്ടിൽ വരുമ്പോഴേ ഫോൺ എടുത്തോണ്ടിരിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞില്ല ഇന്നോ PSCയുടെ എക്സാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഞാൻ അവിടെ വരാം. ഞാനവിടെ വന്ന് നിൽക്കുവായിരുന്നു, എന്നിട്ടാണ് എന്നെ പറഞ്ഞിട്ട് വിളിച്ചത്. ഞാൻ അറിഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ പിന്നെ ഫോൺ എടുത്തില്ലക്കാ. ഞാൻ അവിടെ നിന്ന് പുറത്തിറങ്ങി, ബാഗിൽ തന്നെ ഫോൺ ഇരിക്കല്ലായിരുന്നോ. ഞാൻ വിചാരിച്ച് ഞാൻ കൊറേ വട്ടം വിളിച്ചു, 2 ഞാൻ വിളിച്ചു. ഇപ്പൊ അങ്ങോട്ട് വന്ന് കേറിയതേ ഉള്ളൂ. ഞാൻ നമ്മുടെ ആ മുക്കിനുണ്ടായിരുന്നു. ഞാൻ കണ്ടില്ല. നീ കാണത്തില്ല. നമ്മള് വന്ന കാര്യം അറിഞ്ഞൂടെ? അത് പിന്നെ അറിയാതിരിക്കോ. ഇന്നലെ വന്ന് ഭാര്യയുടെ കൂടെയൊക്കെ അല്ലായിരുന്നോ. പിന്നെ നീ കല്യാണം കഴിക്കാതെ പറ്റുമെന്നാന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്റെ ഭാര്യയുടെ കൂടെ പോണ്ടേ? ശരിയാ 40 വയസ്സായി ഇയാള് കല്യാണം കഴിച്ച് ഭാര്യയും മക്കളൊക്കെ ഉള്ളത്. നമ്മള് 25 വയസ്സേ ഉള്ളേ. അതുകൊണ്ടല്ലേ കൊച്ചു പെണ്ണെ ഞാൻ നോക്കിയത്. ഭാര്യക്കെല്ലാം മേടിച്ചു കൊടുക്കും, നമുക്കൊന്നും മേടിച്ചു പോലും തരട്ടെ. നിനക്കൊന്നും മേടിച്ച് തന്നില്ലെന്ന് പറഞ്ഞ, നിനക്കുള്ളതും കൊണ്ടാണ് ഞാൻ വന്നത്. എന്തുകൊണ്ടൊന്നും എനിക്ക് അതൊക്കെ സർപ്രൈസാ. സർപ്രൈസ്. അത് അവിടെ വെച്ച് പറഞ്ഞ ഓർമ്മയില്ലേ? വന്നിട്ട് എന്നാൽ നമ്മൾ നന്നായിട്ടൊന്ന് മീറ്റ് ചെയ്യുന്നത് റൂമാണ് എടുക്കാം, എന്നിട്ട് നിന്റെ സർപ്രൈസ് സാധനം എടുത്ത് കൊണ്ടുവരാം. എന്തെങ്കിലും മറന്നുപോയോ? മറന്നൊന്നും പോയില്ല. റൂം എടുക്കാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്കുള്ള സാധനം കൊണ്ടുവരുമല്ലോ അല്ലേ. നിനക്കുള്ള സാധനം പറ്റിക്കോ? നീ പറഞ്ഞ സാധനം തന്നെ ഞാൻ കഴിച്ചിട്ടുള്ളൂ. പറ്റിക്കോ? എന്റെ മുത്തിനെ ഞാൻ അങ്ങനെ മറക്കൂ? ഈ 40 വയസ്സിൽ നിങ്ങൾക്ക് സുഖം തരാൻ ഞാനേ ഉള്ളൂ എന്ന് ആലോചിക്കണം. നീ കെട്ടിപ്പോയി കഴിയുമ്പത്തേക്കല്ലേ? അല്ലേ തന്നെ നിനക്ക് 25 വയസ്സാന്ന് പറഞ്ഞേ ഉള്ളൂ. നിന്നെ കണ്ടു കഴിഞ്ഞാൽ നിന്റെ ശരീരം കണ്ടെന്ന് പറയത്തില്ലല്ലോ. അത് നിങ്ങൾക്കല്ലേ അറിയൂ, വേറെ ആർക്കും അറിയൂലല്ലോ. നീ പറഞ്ഞ സാധനം എനിക്ക് ഇത്ര ആഗ്രഹമുള്ളായിരുന്നു. അതായത് ചെറുപ്പക്കാരുടെ ചെയ്യുമ്പോഴും ഒരു 40-50 വയസ്സുള്ള ആൾക്കൂടെ ചെയ്യുമ്പോഴും എങ്ങനായിരിക്കും. അതുകൊണ്ട് തൻ്റെ കൂടെ വന്നപ്പോ ഇപ്പൊ എന്താ, ഇപ്പം എന്നുവെച്ചാ അടുത്തു പോയി, അകലാൻ പറ്റുന്നില്ല. ഇതിന് നമ്മളിപ്പം എത്ര കളി കളിക്കും? ഞാൻ നാട്ടിൽ പോകുന്നതിന് മുമ്പ് നിന്നൊന്ന് ഗൾഫിൽ പോകുന്നതിന് മുമ്പ് ഇവിടെ കളിച്ചിട്ട് പോയത് എത്ര? അന്ന് ലാസ്റ്റ് ഒരു കളിയാണ് നിന്നെ കളിച്ചിട്ട് പോയത്. പിന്നെ ഇനി വന്നിട്ട് ഇനി രണ്ടാമത്തെ നീ എന്റെ കളി നോക്കിക്കോ. ഇനി എന്റെ കളി നോക്കുക, എന്നിട്ട് നീ പറഞ്ഞാ ഇപ്പൊ എത്ര വർഷമായല്ലേ? 2 വർഷം. എങ്കിലും നമ്മള് ചെയ്യുന്നുണ്ടല്ലോ, ഡയറക്റ്റ് ചെയ്യുന്നില്ലെങ്കിലും നിങ്ങൾ അവിടെ നിന്ന് പിടിച്ചടിക്കുന്നുണ്ട്, ഞാൻ ഇവിടെ വിരലൂടുന്നുണ്ട്. അതാണ്. അതുകൊണ്ട് അത് മാത്രം മതി, നിനക്കല്ലാത്തത് അറിയണ്ടേ? വേണം. നിങ്ങള് അവിടെ ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നില്ലേ? ഇന്നലെ വന്നപ്പോ 2 വർഷം ഫോൺ വിളിക്കുമ്പോ ഇന്നലെ വന്നപ്പോ ഉണ്ടായിരുന്നു. അതെനിക്കറിയാം. അതുകൊണ്ടല്ലേ നമ്മക്ക് മെസ്സേജ് ഇട്ടില്ല, ഗുഡ് നൈറ്റ് ഞാൻ ഇട്ടില്ല. പറഞ്ഞില്ലേ, ഞാൻ അവിടുന്ന് എയർപോർട്ടിൽ വന്ന സമയത്ത് വന്നിട്ട് നിനക്ക് മെസ്സേജ് ഇട്ടതല്ലേ ഇതേപോലെയാണ് കാര്യങ്ങൾ. ഞാൻ മെസ്സേജ് അയക്കത്തില്ല, വിളിക്കത്തില്ല. കാരണം വന്ന സമയത്ത് ഫോൺ എടുത്തോണ്ടിരുന്ന് കഴിഞ്ഞാൽ നിനക്ക് അറിയാവുന്ന കാര്യം പറഞ്ഞിട്ടുള്ളത്.
പിന്നെ ഇന്നലെ വീട്ടുകാരും എല്ലാരും ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു തിരക്കും കാര്യങ്ങളായിരുന്നു. അതുകൊണ്ടല്ലേ എന്റെ മുത്തനെ വിളിക്കാനത്. കൂടുതൽ ഷോപ്പിങ്ങൊന്നും വേണ്ടക്കാ. നിനക്കിപ്പോ സോപ്പി, ഞാൻ എന്നിട്ട് ഇത്രയും തിരക്കിന്റെ ഇടയിൽ അവക്കടെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് എന്നെ കൊണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ വരുന്നു, നമുക്ക് നാളെ പോകാന്ന് പറഞ്ഞു വെച്ചിട്ട് നിന്നെ കാണാൻ വേണ്ടിട്ട് ഓടി ഇങ്ങോട്ട് വന്നപ്പം നീ ഫോൺ എടുത്തില്ല. അത് ഞാൻ അറിയുന്നില്ലല്ലോ. നീ നിങ്ങൾ അറിയത്തില്ല, വിളിക്കത്തില്ല, ഞാൻ മെസ്സേജ് അയക്കത്തില്ലെന്ന് അറിഞ്ഞിട്ട് ഞാൻ പിന്നെ എടുത്ത് നോക്കിയില്ല. ഇനിയിപ്പൊ അപ്പൊ നിങ്ങള് പറ, നമ്മളെന്നാ ഒന്ന് നിങ്ങള് പറ, ഞാൻ എന്ന് വരണം, എവിടെ വരണം? നാളെ ഇനിയിപ്പം പറ്റത്തില്ല. നാളെ അവക്കടെ കൂടെ നാളെ എനിക്ക് അവളുടെ വീട്ടിൽ പറ്റത്തില്ല. പോണം. നാളെ പറ്റില്ല. ഇല്ലെങ്കിൽ നമുക്ക് വെനസ്ഡേ പോയാലോ? വെനസ്ഡേ നീ വരുന്നേ? എവിടോട്ടാ പോന്നേ? അത് പണ്ട് പോയ കഥ ഓർമ്മയുണ്ടോ? അന്ന് പോയെടുത്തത്. അവിടെ ഇപ്പൊ അവിടെയൊക്കെ കാണുമോ അവിടെ ഹോട്ടലൊക്കെ? ഇപ്പോഴും ഉണ്ട്. ഞാൻ അവിടെ നിന്നും ആദ്യം തിരക്കിയത് അതാണ്. വന്നു കഴിഞ്ഞാ നീയായിട്ടുള്ളൊരു ഇത് വേണ്ടേ? ഇല്ല, നാളെ പോയി കഴിഞ്ഞാൽ ചേച്ചിക്കൂടെ അവിടെ നിൽക്കത്തില്ലേ ഇപ്പൊ? ഇല്ലില്ല, പോയിട്ടൊന്നും വൈകിട്ടൊന്നും വരത്തില്ല. നീയേ നീ ഇപ്പൊ എങ്ങനെയാ, ഷേവ് വല്ലതും ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഏത് രീതിയിലാണ് ആ രീതിയിലും പോരുന്നത്. അത് പറ്റത്തില്ല, നല്ല രീതിയിൽ വളർന്നു കിടക്കുക. അത് കിടക്കട്ട്, നിന്റെ എല്ലാം ഷേവ് ചെയ്തതല്ലേ ഞാൻ കണ്ടോണ്ടുള്ളത്. കഴിഞ്ഞ പീരീഡിന് ചെയ്തതാ, പിന്നെ ചെയ്തില്ല. സാരമില്ല, അത് കുഴപ്പമില്ലെന്ന്. അഥവാ വേണമെങ്കിൽ ഞാൻ ചെയ്തു തരാം. അപ്പൊ നിങ്ങൾ കൊണ്ടുവരുമോ ഷേവിങ് സെറ്റൊക്കെ? ഞാൻ വേണമെങ്കിൽ കൊണ്ടുവരാം. നിങ്ങളുടെ ഷേവിങ് സെറ്റ് വെച്ച് ചെയ്തു തരൂ? ചെയ്തു തരാം. ആദ്യമേ എനിക്കൊരാഗ്രഹം ഉണ്ടെന്ന് പറയുന്നത്, കാട് കയറി കിടക്കുന്നതിനകത്തൊന്ന് കളിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ മാറ്റണവരെ നോക്കാം. പിന്നെ ഷേവ് ചെയ്യാതെ വരാതാകും, ചെയ്തിട്ടും കളിക്കും, ചെയ്യാതെയും കളിക്കും. അതെന്താ ചെയ്യാം. പിന്നെ ഉള്ള പെർഫ്യൂം എല്ലാം കൂടെ വാരി വെച്ചോണ്ട് വരരുത്. അതെന്തൊക്കെ നിങ്ങൾ അങ്ങനെ പറയുന്നു? നിന്റെ ശരീരത്തിന്റെ മണം ഒന്ന് അറിയാനാ. അന്ന് വന്നപ്പോഴും കുറെ പെർഫ്യൂമും ക്രീമും അതെല്ലാം കൂടെ വാരിയിട്ടുണ്ട്. അതിന്റെ മണം എന്താ പറയുക? അത് നിന്റെ നിങ്ങൾക്ക് മണം അങ്ങനെ അറിയാൻ പറ്റും. മതിയായിരിക്കുമെന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ വന്നത്. അതുകൊണ്ട് ഇത്തവണ നീ ആ മണ്ടത്തരം കാണിക്കരുത്. ഇല്ല. പിന്നെന്തിനാണ് എത്ര നാൾക്ക് ശേഷം നേരിട്ടുന്നത്. ഇന്ന് ഞാൻ കൊതിമൂത്ത് വന്നത്. ഞാൻ മുക്കിന് വന്ന് ഇങ്ങനെ നമ്മുടെ ആലിന്റെ അവിടെ ഒത്തിരിക്കുകയായിരുന്നു. അപ്പൊ ഇന്നത് ഇത്തേടെ കൊണ്ട് തീർക്കുമല്ലോ. ഇന്നലെ തീർത്ത്, ഇന്ന് പോയിട്ട് വന്നില്ലേ. അപ്പം ഇത്ത എങ്ങനെ ഉണ്ടായിരുന്നു? ഇത്ത ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നലെ 2 റൗണ്ട് പോയി. ഇല്ലില്ല, ഞാൻ സ്പ്രേ കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത്? മറ്റേ അന്ന് പറഞ്ഞോ അറബിയുടെ? കള്ളത്തരല്ലായിരുന്നു. ഞാനത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നീ പറയുന്ന നടക്കുന്നല്ല. ഞാൻ ഇന്നലെ വന്നിട്ട് അത് തകർന്ന് 2 റൗണ്ട് പോയിട്ടും ഒരു കുലുക്കമില്ല. പിന്നെ മൂന്നാമത്തെ റൗണ്ടും ചെയ്താ? പിന്നെ മൂന്നാമത്തെ ചെയ്തില്ല. പിന്നെ കിടന്ന് ഉറങ്ങി. അതും വെച്ചോണ്ട് പോയിച്ചോണ്ട് അല്ലാണ്ട് ചെയ്യാനാ.
ഇത്രയും കണ്ടോ? അവക്കെടുത്ത് പിന്നെ അവക്കെടുത്ത് പറയാതെ ചെയ്യാൻ പറ്റുമോ? പറഞ്ഞായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വരുന്നത് ഫസ്റ്റ് അങ്ങോട്ട്. അപ്പൊ എനിക്ക് നന്നായിട്ട് ചോദിക്കാലോ. നിനക്ക് പവർ അറിയില്ല. കോണ്ടം വേണം കേട്ടോ, കോണ്ടം വേണം. അതില്ലെന്ന് കുഴപ്പമില്ല കേട്ടോ, ലേറ്റ് ആയിട്ടേ വരത്തുള്ളൂ. പെട്ടെന്ന് നമ്മളിപ്പോ നോർമലി ചെയ്യുന്നതിനൊക്കെയല്ല, അതിട്ട് കഴിഞ്ഞാ പെട്ടെന്നൊന്നും സംഭവം വരുത്തൊന്നും. എന്തിനും പറയാൻ പറ്റത്തില്ല എപ്പോഴാ പണി കിട്ടുന്നു. ഈ അതൊക്കെ എന്തെങ്കിലും 40ാമത്തെ നമുക്ക് ചെയ്യാം. വയസ്സിൽ നിങ്ങൾക്കൊരു ഉപ്പയാവേണ്ടി വരും അല്ലെങ്കിൽ. അത് ഞാൻ നോക്കിക്കോളൂ, എന്ത് വേണം. നീ അത് വിട്. ഞാനിത് ഇന്നലെ തുടങ്ങിയതല്ലല്ലേ, എന്റെ വൈഫിന്റെ കൂടെ ഇത്രയും വർഷമായിട്ട് കളിക്കുമല്ലേ. എത്രയും പറഞ്ഞാലും നിങ്ങളുടെ മക്കളുടെ കാര്യം ഉണ്ടെങ്കിൽ. പിന്നെ അത്ര ഇരിക്കും നിനക്ക്. എന്തോ ആയിക്കോട്ടെ, നിന്നെ എനിക്ക് നമ്മള് സെറ്റായി, അത്രേ ഉള്ളൂ. ഇത് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോണ്ടല്ലേ എന്റെ പറയാ. നിങ്ങൾ എന്തിനാ എപ്പോഴേ കെട്ടിയത്? ഇല്ലെങ്കിൽ ഞാൻ കെട്ടിയേ. നടക്കും. 40 വയസ്സുള്ള ഞാൻ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്റെ കാര്യം. 27 വയസ്സുള്ള എന്റെ ഇപ്പം കെട്ടിച്ചേരും ചെയ്തു. അതൊന്നും കാര്യമില്ലായിരുന്നു. അപ്പൊ ഇങ്ങനെ അങ്ങ് പോയാ മതി ജീവിതാവസാനം വരെ. നിന്റെ താല്പര്യം എങ്ങനെയാന്ന് വെച്ചാൽ ഓക്കെ. ഇക്ക ഞാൻ എൻ്റെ കൂടെ വരട്ടെ? ഒന്നുമില്ലെങ്കിലും തനിക്ക് 2 ആൺമക്കളല്ലേ, കുഴപ്പമില്ലല്ലോ. എന്ത്? ഞാൻ എൻ്റെ കൂടെ ഇറങ്ങി വരട്ടെ? വരാം, ഞാൻ പറയാതിനെ പറ്റി. നിനക്ക് ഇപ്പൊ ഇറങ്ങി വന്നേ പറ്റുമോ? അല്ലാണ്ട് അതൊക്കെ ശരിയാകും. നീ ഒരു കല്യാണം കഴിക്കുന്നത് വരെ നമുക്ക് പോവാം. അത് കഴിഞ്ഞിട്ട് പിന്നെ വേണോ വേണ്ടത് പിന്നെയുള്ള തീരുമാനിച്ചില്ലേ. ഇപ്പൊ പോട്ട്. പിന്നെ നീ ആലോചനകളൊക്കെ വരുമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ വേറെ കെട്ടിക്കഴിഞ്ഞാ പിന്നെ നിങ്ങൾക്ക് എന്നെ വേണ്ട? എനിക്ക് നിന്നെ വേണം. നിന്റെ കാര്യം ഞാൻ പറഞ്ഞു.